ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. എല്ലാ മേഖലകളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 16,50,32,956 രൂപ വരവും 16,40,01,000 രൂപ ചിലവും 10,31,986 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം അധ്യക്ഷത വഹിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ അവതരിപ്പിച്ചു. വലിയ ക്ഷേമകരമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നീക്കിബാക്കി ഉൾപ്പെടെ 72,15,956 രൂപയും ഈ വർഷത്തെ 16,50,32,956 രൂപയും ഉൾപ്പെടെ ആകെ 16,40,01,000 രൂപയും നീക്കിബാക്കി 10,31,956 രൂപ നീക്കിബാക്കിയുമുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ഈ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ സ്വപ്നമായിരുന്നു എല്ലാവർക്കും ഭവനം, ഒരു വീട്, സ്വന്തമായൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. ഏകദേശം 1000-ഓളം വീടുകൾക്ക് രൂപം നൽകുകയും അതിൽ തന്നെ സ്ഥലമില്ലാത്ത ആളുകൾക്ക് വലിയൊരു പരിഗണന നൽകിക്കൊണ്ട് സ്ഥലവും വീടും നൽകുന്ന ഒരു വലിയ പദ്ധതികൾക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, വലിയ കാട്ടാന ശല്യമുള്ള വേങ്ങൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, കൂവപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ബഡ്ജറ്റ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും. അങ്ങനെ ക്ഷേമകരമായ ഒരു പ്രവർത്തനങ്ങൾക്ക് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വലിയ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ നിർവഹിച്ചത്. ലൈഫ് ഭവന പദ്ധതി, PMAY പദ്ധതി, കൃഷി മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും ആവശ്യമായ പ്രവർത്തനങ്ങൾ, സമഗ്ര ക്യാൻസർ നിയന്ത്രണ പരിപാടികൾ, സ്വയം തൊഴിൽ പദ്ധതികളടക്കം സമഗ്ര മേഖലയെയും ഉൾപ്പെടുത്തിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബജറ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.